സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന ചൂട് അനുഭവപ്പെടുമെന്ന് ഷെഫീദ് റിപ്പോർട്ട് ചെയ്യുന്നു. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇടിമിന്നലോടുകൂടി വേനൽ മഴയ്ക്കും സാധ്യത. ഷെഫീദ് റാവുത്തർ തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ഷെഫീദ് റാവുത്തർ, ഈസ്റ്റർ ദിനാശംസകൾ കൂടി നേരുന്നു. പറയ വിവരങ്ങൾ കാലാവസ്ഥയുടെ. ഈസ്റ്റർ ദിനാശംസകൾ. സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ ചൂടിന്റെ സാഹചര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒട്ടും ആശ്വാസകരമായ ഒരു കാര്യമല്ല ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വരുന്നത്. സംസ്ഥാനത്ത് ചൂട് വീണ്ടും കൂടും എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. 9 ജില്ലകളിൽ ചൂട് കൂടാൻ സാധ്യതയെന്നാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന മുന്നറിയിപ്പ്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, അതേപോലെ പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനാണ് സാധ്യത. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാകുമെന്നതിനാൽ പൊതുജനങ്ങൾ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ വകുപ്പ് ഒരു അറിയിപ്പായി നൽകിയിട്ടുണ്ട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട വേനൽ മഴ ലഭിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും പരിസരവാസികളും ആദ്യ ബെൽറ്റുകളിൽ താമസിക്കുന്ന ആളുകളും അക്കാര്യത്തിലും ജാഗ്രത പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ഷെഫീദ് റാവുത്തർ.